നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തീയലിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ചുവപ്പ് കളർ വരുന്നവരേക്കും തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടികളുടെ പച്ചവാസനയൊക്കെ മാറിക്കഴിയുമ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കൊരു കുക്കറിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഞാൻ ഓമയ്ക്ക, പയർ, ഉള്ളി, തക്കാളി ഇതെല്ലാം ചേർത്ത് നമുക്ക് കയ്യിലെന്ത് പച്ചക്കറികളുണ്ടോ അതെല്ലാം എടുക്കാം. ഇതെല്ലാം കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക, ബീൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർക്കാം. പുളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ നല്ല കളർ അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ജാറിലേക്ക് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണമെന്നില്ല, കുറച്ച് കട്ടിയായിട്ടുള്ള തീയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരേക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം കടുക് വറുക്കാം. ഉലുവ, കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് തീയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി തീയൽ പോലെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ചപ്പാത്തിക്ക്, ചോറിന് എല്ലാത്തിനും കൂട്ടാവുന്ന നല്ല കൊഴുത്ത തീയൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.